كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ആരെല്ലാം റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു എന്നും സുജൂദ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മലക്കുകൾ വരെ റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും, എങ്കിൽ മനുഷ്യർ അല്ലാഹുവുമായി കൊണ്ട് ആ സുജൂദുമായി കൊണ്ട് എത്ര വലിയ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഹുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു സുജൂദ് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന 7 നേട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ഹുതുബകളിൽ വിശദീകരിച്ചു. ഒന്ന്, അല്ലാഹുവുമായി കൊണ്ട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ് എന്നുള്ളത്. സുജൂദിൻ്റെ അടയാളങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുമെന്നുള്ളതാണ്. പദവികൾ ഉയർത്തുന്ന, പാപങ്ങൾ മായ്ക്കപ്പെടുന്ന, സ്വർഗം ലഭിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ശ്രാഷ്ടാംഗം എന്നുള്ളത്. അത് മാത്രമല്ല, നാളെ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ സഹവസിക്കാനുള്ള സൗഭാഗ്യം സുജൂദ് ചെയ്യുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. സുജൂദ് ചെയ്ത അവയവങ്ങൾ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഖറഅ ഇബ്ന ആദമ സജദതൻ ഫസജദ ഇഅ്തസല അശ്ശൈത്വാനു യബ്ഖി യഖൂലു യാ വൈൽ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അവൻ സുജൂദ് ചെയ്യുക.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അപ്പോൾ പിശാച് കരഞ്ഞുകൊണ്ട് പിന്മാറുമെന്നുള്ളതാണ്. യബ്ഖി ഇഅ്തസല ശൈത്വാനു യബ്ഖി, പിശാച് കരഞ്ഞുകൊണ്ടവൻ എന്താക്കും? പിന്മാറുമെന്നുള്ളതാണ്. എന്നിട്ട് അവൻ പറയും യാ വൈൽ, എൻ്റെ നാശമെന്നവൻ പറയുമെന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്, എൻ്റെ നാശമേ എന്ന് പിശാച് പറഞ്ഞുകൊണ്ട് പറയും. മനുഷ്യരോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ മനുഷ്യർ സുജൂദ് ചെയ്തു, അതുകൊണ്ട് അവന് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എന്നോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാനതിനെ ഫഅബൈതു, ഞാനത് വിസമ്മതിച്ച് ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നരകമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ സുജൂദുകൾ എന്നുള്ളതാണ് ഈ ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സുജൂദ് ചെയ്യുമ്പോൾ നിഷ്കളങ്കവും ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല നമ്മുടെ സുജൂദെങ്കിൽ നാളെ പരലോകത്ത് അപമാനത്തിനിരയാകുന്ന ഒരു രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യരെ എല്ലാവരെയും സമ്മേളിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ അവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, യൗമ യക്ശിഫു അൻ സാഖ് സാഖിൻ വയദ്ഊനനാ ഇലസ്സുജൂദ്, കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം പരലോകത്തെക്കുറിച്ച് അല്ലാഹു വർണ്ണിക്കുകയാണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ മുമ്പിൽ കൃത്യമായി കാണിക്കപ്പെടുന്ന ദിവസം. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, വയദ്ഊനനാ, അവരെ അതാ പരലോകത്ത് വെച്ചുകൊണ്ട് ചില ആളുകളെ അല്ലാഹു അല്ലെങ്കിൽ മനുഷ്യരെ അതാ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. ആ സമയത്ത് ചില ആളുകൾക്ക് ഫലാ യസ്തതീഊന, ചില ആളുകൾക്ക് അതിന് സാധിക്കുകയില്ല. എല്ലാ ആളുകളും സുജൂദ് ചെയ്യുന്നു, പക്ഷേ മനുഷ്യരിൽ ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ അവന് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് അവന് സുജൂദ് ചെയ്യാൻ സാധിക്കാത്തത്? അവന്റെ സുജൂദുകളിൽ ഇഖ്ലാസ് ഇല്ലാത്ത സുജൂദുകളായിരുന്നവൻ ദുനിയാവിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. ആത്മാർത്ഥ നിറഞ്ഞ സുജൂദുകളല്ല അവൻ ദുനിയാവിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണത്താൽ അവൻ നിന്യരാകുന്ന രംഗത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്കിവിടെ വിശദീകരിച്ചു തരുന്നത്. ഖുർആൻ ആയത്ത് തുടർന്നു കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ, ഒരു കുറ്റവാളിയെ പിടിക്കപ്പെട്ടാൽ ഏത് രൂപത്തിലാണോ അവൻ നിൽക്കുന്നത് അതുപോലെ പരലോകത്തതാ അവന്റെ കണ്ണുകൾ തായോട്ട് അവനാക്കുകയാണ്. നിന്യതകൾ അവന് ആവരണം ചെയ്ത് അതാ ഒരു കുറ്റവാളിയെ പിടിക്കപ്പെട്ടതുപോലെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ അവൻ ഉണ്ടാകാനുള്ള കാരണം? വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്, വഖദ് കാനൂ യദ്ഊന ഇലസ്സുജൂദ്, അവന് സുജൂദ് ചെയ്യാൻ വേണ്ടി അവനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ എപ്പോഴാണ് അവനെ വിളിച്ചിട്ടുള്ളത്, എപ്പോഴാണ് അവനെ ക്ഷണിച്ചിട്ടുള്ളത്? ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്, വഹും സാലിമൂൻ, അവൻ സുരക്ഷിതമായിട്ടുള്ള സമയത്തെ അവൻ സുരക്ഷിതമായിക്കൊണ്ട്
അവന് സുജൂദ് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങളിൽ അവന് സാധിക്കുന്ന സമയത്ത്, ഏതാ സഹോദരന്മാരെ? സുരക്ഷിതമായിട്ടുള്ള സമയം നമ്മുടെ ദുനിയാവാണ്. മുതുക് വളച്ചുകൊണ്ട് നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയ ആരോഗ്യമുള്ള സാഹചര്യമുള്ള സന്ദർഭത്തിൽ ആ സുജൂദുകൾ ആത്മാർത്ഥ നിറഞ്ഞതല്ലെങ്കിൽ, ഇഖ്ലാസുള്ളതല്ലെങ്കിൽ പരലോകത്ത് ഇത്തരത്തിലുള്ള നിന്ദ്യമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചില സുജൂദ് ചെയ്യുന്ന ആളുകളുടെ തലകളെ ഞാൻ കഴുതത്തലയാക്കുമെന്ന്, അല്ലെങ്കിൽ കഴുതയുടെ രൂപമാക്കുമെന്ന്. അത്രയും സ്പീഡിലാണ് ചില ആളുകളുടെ സുജൂദുകൾ എന്നുള്ളത്. അതിൽ വെക്കേണ്ട അവയവങ്ങൾ കൃത്യമായി വെക്കാതെ സുജൂദ് ചെയ്യുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു അല്ലേ, 8 അവയവങ്ങൾ നിലത്ത് പതിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ചില ആളുകളുടെ സുജൂദുകളിൽ മൂക്ക് നിലത്ത് പതിയാത്തൊരവസ്ഥകൾ നമുക്ക് കാണാറുണ്ട്. ശ്രദ്ധിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 അല്ലെങ്കിൽ 8 അവയവങ്ങൾ എണ്ണിയത് ഏതൊക്കെയാണ്? ഒന്ന് നെറ്റി, രണ്ടാമത്തത് മൂക്കാണ്, ചുണ്ടൊരിക്കലും നിലത്ത് തട്ടാൻ പാടില്ല. മൂന്നാമത്തത് നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗങ്ങളാണ്. നാലാമത്തത് 2 കാൽമുട്ടുകളാണ്. അതുപോലെ തന്നെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് കാൽ വിരലുകളുടെ പള്ളഭാഗങ്ങളാണ്. ഇങ്ങനെ 8 അവയവങ്ങൾ എന്ന് ഒരു ഹദീസിൽ. മറ്റൊരു ഹദീസിൽ നെറ്റിയും മൂക്കും ഒരുമിച്ചെണ്ണിക്കൊണ്ട് പ്രവാചകൻ 7 എന്നെണ്ണി. ഈ അവയവങ്ങൾ കൃത്യമായി നിലത്ത് പതയണം. ഇവിടെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൈകൾ വെക്കേണ്ടത് കിബിലക്ക് അഭിമുഖമാക്കിക്കൊണ്ട് പള്ളഭാഗം നിലത്ത് പതിച്ചുകൊണ്ടാണ്. ചില ആൾക്കാർ ഇങ്ങനെ ചെരിച്ചൊക്കെ വെക്കും, ആളുകൾ ചെരിച്ചു വെക്കും. അതൊന്നും ശരിയായ രൂപങ്ങളല്ല. മറ്റുള്ള ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ തടസ്സമാകുന്ന രൂപത്തിൽ ഇങ്ങനെ ചെരിച്ചു വെക്കുന്ന ആളുകളെ കാണാം. ഇത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പള്ളഭാഗങ്ങളെ നിലത്ത് പതിച്ചുകൊണ്ട് കിബിലക്ക് അഭിമുഖമാക്കിക്കൊണ്ടാണ് തന്റെ കൈവിരലുകൾ വെച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിലെ എല്ലാ അവയവങ്ങളും കിബിലക്ക് അഭിമുഖമാക്കിക്കൊണ്ടാണ് നിർവഹിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് പോലും നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ തിരക്ക് കൂട്ടേണ്ട ഒന്നല്ല, സാവകാശത്തിൽ അതിൻ്റെ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടായിരിക്കണം ആ സുജൂദുകൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ഇഖ്ലാസും ആത്മാർത്ഥതയും ഉണ്ടാകണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ രക്ഷിതാവ് അവന്റെ കണങ്കാലുകൾ വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. പരലോകത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സത്യവിശ്വാസികളായ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അല്ലാഹുവിന് സുജൂദ് ചെയ്യും. നാളെ പരലോകത്ത് എല്ലാ ആളുകളും, ആണും പെണ്ണും എല്ലാവരും റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യും. ഇഹത്തിൽ കീർത്തിക്കും പ്രശംസക്ക് വേണ്ടി സുജൂദ് ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യും. നമ്മൾ ആലോചിക്കണം, ആളുകളുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു നമസ്കാരക്കാരൻ അറിയാൻ വേണ്ടിയിട്ടല്ല, അവൻ എത്ര വലിയ മുത്തക്കിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, റബ്ബിന് വേണ്ടി നമ്മൾ സാത്താങ്കൾ നടത്തേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യും. ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ പറ്റാത്ത ചില ആളുകൾ അവരുടെ മുതുകുകൾ വളക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് വളയുന്നില്ല, അത് നട്ടല്ലായിക്കൊണ്ട് തീരുന്നതാണെന്ന്, അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും
ഇത്ര കൃത്യമായിക്കൊണ്ട് അല്ലേ ആ സുജൂദ് എങ്ങനെയാകണമെന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സുജൂദുകൾ റബ്ബിന് വേണ്ടി ഇഖ്ലാസുള്ളതായിക്കൊണ്ട് മാറാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുജൂദുകൾ എന്ന് പറയുന്നത് 4 രൂപത്തിലാണ് നമുക്ക് സുജൂദുകൾ നിർവഹിക്കാറുള്ളത്. 4 രൂപത്തിൽ. ഒന്ന് ഫർള് നമസ്കാരത്തിലും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിലും നിർവഹിക്കുന്ന സുജൂദുകളാണ്. രണ്ടാമത്തത് സഹവിന്റെ അഥവാ മറവിയുടെ സുജൂദാണ് രണ്ടാമത്തെ സുജൂദ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ശുക്റിന്റെ സുജൂദാണ്. ശുക്റിന്റെ സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കാന ഇദാ അതാഹു അംറഉ യസുറുഹു അയസുറു ബിഹി ഹർറ സാജിദ ശുക്റൻ ലില്ലാഹി തബാറക വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല സന്തോഷ വാർത്തവും അറിയിക്കപ്പെട്ടാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നന്ദി എന്നോളം പ്രവാചകൻ സുജൂദിൽ വിയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയും സ്വതക്കകൾ സൂക്ഷിച്ച ഭാഗത്തേക്ക് പ്രവാചകൻ പ്രവേശിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ ഖിബിലയെ മുൻനിർത്തിക്കൊണ്ട് അവിടുന്ന് സുജൂദിൽ വീണു. ആ സുജൂദ് എത്ര ദൈർഘ്യമുണ്ടായിരുന്നു പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ നേരം അല്ലേ, ഒരുപാട് സമയം പ്രവാചകൻ ദൈർഘ്യമായിട്ടുള്ള സുജൂദിൽ അവിടെ വീണു എന്നുള്ളതാണ്. എന്നിട്ട് തലയുയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ട് എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. എന്താണ് ആ സന്തോഷ വാർത്ത? പരിശുദ്ധനായ അല്ലാഹു താങ്കളോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രവാചകന് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകൻ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്ത എന്തായിരുന്നു? ആരെങ്കിലും താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവന്റെ മേൽ സ്വലാത്ത് ചെല്ലുമെന്നുള്ളതാണ്. ആരെങ്കിലും എൻ്റെ മേൽ സലാം പറഞ്ഞാൽ അതെ അവന്റെ മേൽ ഞാൻ സലാം പറയുമെന്നുള്ളതാണ്. ഈ സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുക്റിന്റെ സുജൂദിൽ വീണിട്ടുള്ളത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ സുജൂദ് അതാണ്. നാലാമത്തത് തിലാവത്തിന്റെ സുജൂദാണ്. ഖുർആൻ ഓതുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ഖുതുബയിൽ നമ്മൾ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുള്ള സംഗതികളാണ്. അത്തരം 4 സുജൂദുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അല്ലാത്ത മറ്റൊരു സുജൂദുകൾ ഏത് വ്യക്തിയുടെ ഏത് കാര്യങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിനല്ലാത്ത മറ്റൊരു സൃഷ്ടികളുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല. പക്ഷേ സമൂഹത്തിലെ ചില ആളുകൾ മഖ്ബറകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ. പുണ്യപുഷ്പന്മാരുടെ ഇടയിലേക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ബാവമാരെന്ന് പറയുന്ന തങ്ങന്മാരെന്നറിയപ്പെടുന്ന ബിവിമാരെന്നറിയപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ ആളുകൾ ഭവ്യതയോടുകൂടി ഭക്തിയോടുകൂടി എത്ര താഴ്മയോട് കൂടിയിട്ടാണ് ആളുകൾ ഇന്ന് സുജൂദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പൊന്തി നിൽക്കുന്ന അമ്പുകൾക്ക് മുമ്പിൽ വരെ മനുഷ്യർ സുജൂദ് ചെയ്യുന്ന അധപ്പതനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും തന്നെ പാടില്ല. അത് തീർച്ചയായിട്ടും അല്ലാഹുവിന് നൽകേണ്ട ശുക്റുകൾ, അല്ലാഹുവിന് നൽകേണ്ട ശ്രദ്ധാംഗങ്ങൾ മറ്റു വ്യക്തികൾക്കോ മറ്റു പുരുഷന്മാർക്കോ മറ്റു മഹത്തുക്കൾക്കോ നമ്മൾ നൽകുമ്പോൾ അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ലൗ കുൻതു അമറ അഹദുകും അൻ യസ്ജുദ ലി അഹദി ലഅമറഅതു മർഅതൻ അൻ തസ്ജുദു ലിസൗജിഹാ. ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, പ്രവാചകന്റെ പ്രയോഗം അങ്ങനെയാണ്, ഞാൻ മറ്റുള്ള ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ
ഞാൻ എവിടെ കൽപ്പിക്കുമായിരുന്നു ഒരു സ്ത്രീ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അത്ര ബാധ്യതകൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇണകൾക്കിടയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് സുജൂദുകൾ ഏകനായ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിക്കുന്ന അർഹമറാഹിമായ മലിക്കുൽ ജബ്ബാറായിട്ടുള്ള റബ്ബിന്റെ മുമ്പിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അത് മാത്രമല്ല സഹോദരന്മാരെ, സുജൂദ് ദുനിയാവിനേക്കാൾ ഉത്തമമാകുന്നൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ഏതാണ് ആ കാലഘട്ടം? അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 നമുക്ക് വിശദീകരിച്ചു വന്നു. ആ വലിയ അടയാളങ്ങളിൽ ഒന്ന് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ആകാശങ്ങളിലേക്ക് ഉയർത്തി. ഇനി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ളത്. ഈ സമയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വല്ലാഹി, അല്ലാഹുവാണേ സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ നിങ്ങളിലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. എന്നിട്ട് അദ്ദേഹം ഇവിടെ നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ ആ ഹദീസിൽ പറഞ്ഞു. ലയൂഷികന്ന അയ്യുനസ്സില ഫീകും ഇബ്ന മർയമ ഹക്മൻ അദ്ല വയക്സിറു സുലൈബ വയഖ്തുലുൽ ഹിൻസീറ വയദഉൽ ജിസിയത വയഫീദുൽ മാല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിക്കൊണ്ട് പറയുകയാണ്, അതാ അദ്ദേഹം കുരിശു ഉടക്കും, കുരിശുകൾ അദ്ദേഹം തകർക്കും, പന്നി അദ്ദേഹം കൊല്ലും, ജിസിയ അദ്ദേഹം നിർത്തലാക്കും, യാതൊരു സ്വത്തും യാതൊരാളും സ്വത്ത് സ്വീകരിക്കാത്ത വിധം സമ്പത്തുകൾ ഇവിടെ ഒഴുകും. എത്രത്തോളമെന്നാൽ അതിലെ ഭൗതിക ലോകത്തുള്ള അതിലുള്ള ഭൗതിക സുഖങ്ങളെല്ലാം അതിനേക്കാൾ സുജൂദുകൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന ഉത്തമമാകുന്ന ഒരു കാലഘട്ടം ഇവിടെ കടന്നു വരാനുണ്ട്. ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണത്. സമ്പത്തുകൾ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം ആ ഭൗതിക സുഖങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ആ സമ്പത്തുകൾ അത് വാങ്ങാൻ, അത് ഒഴുകുന്ന, അതാളുകൾക്ക് വാങ്ങാൻ ആളുകളില്ലാത്ത, ആളുകൾക്ക് ആവശ്യമില്ലാത്ത അത്ര ഭൗതിക സുഖങ്ങളുള്ള ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഒരു സുജൂദ് ആ ഭൗതികമായിട്ടുള്ള സുഖങ്ങളെക്കാൾ ഉത്തമമായിരിക്കുമെന്ന് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി. ആ ആയത്ത് ഏതാണ്? വഇൻ മിൻ അഹ്ലിൽ കിതാബ് ഇല്ലാ ലിയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. എന്താണ് ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നോക്കൂ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പാരായണം ചെയ്യുക. വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തെ അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിക്കൊണ്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. വേദക്കാരിൽ നിന്ന് ഈസാ നബിയിൽ വിശ്വസിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് അതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, നാളെ പരലോകത്തെ അതാ അവർക്കെതിരെ സാക്ഷിയാവുകയും ചെയ്യുന്നതാണ്. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുജൂദ്
ദുനിയാവിലെ സൗകര്യത്തെക്കാൾ ഉത്തമമാകുന്ന ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മൾ റബ്ബിന് വേണ്ടി 7 അവയവങ്ങൾ വെച്ചുകൊണ്ട് ആ നിലത്ത് കുത്തുന്ന സുജൂദിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ, അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് സുജൂദിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സുജൂദിൻ്റെ ദൈർഘ്യം നമ്മൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സുന്നത്ത് നമസ്കാര വേളകളിലൊക്കെ നമ്മൾ എന്താക്കണം? അത് അധികരിപ്പിക്കുക. അതിലുള്ള പ്രാർത്ഥനകളുടെ എണ്ണങ്ങൾ നമ്മൾ കൂട്ടുക. ഫർള് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ തന്നെ നമ്മൾ ചെല്ലുക. സുന്നത്ത് നമസ്കാരങ്ങളിൽ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ഭാഷയിൽ നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അലക്കിന്റെ അവസാനത്തെ ആയത്ത് വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, അവിടെ നമ്മുടെ ഭാഷയിൽ നമുക്ക് ആവശ്യമുള്ളത് സുജൂദിൽ റബ്ബിനോട് ചോദിക്കാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെല്ലാം നമുക്ക് റബ്ബിനോട് ചോദിക്കാനുണ്ട്. ഇത്തരം സുന്നത്ത് നമസ്കാരങ്ങളിലെല്ലാം അല്പമൊന്ന് ദീർഘിപ്പിച്ച് റബ്ബുമായി കൊണ്ട് കൂടുതൽ അടുത്തുകൊണ്ട് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചുകൊണ്ട് അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണ്? ഫർള് നമസ്കാരങ്ങളിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണ്? പലപ്പോഴും നമ്മളൊക്കെ 1-2 പ്രാർത്ഥനകളിൽ മാത്രം ഒതുക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹദീസിൽ നമുക്ക് പരിശോധിച്ചാൽ 12 പ്രാർത്ഥനകൾ പ്രവാചകൻ സുജൂദിൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. 12ഓളം പ്രാർത്ഥനകൾ. ഏതൊക്കെയാണ് ആ 12 പ്രാർത്ഥനകൾ? ഒന്ന്, നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅല. ഇതൊക്കെ നമുക്ക് സുപരിതമാണ്. പ്രവാചകൻ 3 തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഈ പ്രാർത്ഥനയും നമുക്ക് സുപരിതമാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. മൂന്നാമത്തെ പ്രാർത്ഥന സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം. എന്നും ചൊല്ലുന്ന പ്രാർത്ഥനകൾ അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ മാറി മാറി ചൊല്ലിയതുപോലെ നമ്മുടെ സുജൂദുകളിലും എന്താകണം? പ്രാർത്ഥനകൾ മാറി മാറി ചെല്ലണം. ഓരോ പ്രാർത്ഥനക്കും ആ പ്രാർത്ഥനയുടെ ഒരു ഗാംഭീര്യതകളുണ്ട്, അർത്ഥ ഗാംഭീര്യതകളുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് ഓരോ പ്രാർത്ഥനകളിൽ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ റബ്ബിനോട് നമുക്ക് എന്താക്കാൻ കഴിയണം? ചോദിക്കാൻ കഴിയണം. മൂന്നാമത്തെ പ്രാർത്ഥന സുബ്ബൂഹുൻ ഖുദ്ദൂസു റബ്ബുൽ മലായികത്തി വറൂഹ് എന്നാണ്. നാലാമത്തെ പ്രാർത്ഥന പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഉഫ്ർലി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഉഫ്ർലി. അഞ്ചാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു
വബിക അസ്ലംതു വഅൻത റബ്ബി സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു ഫഅഹ്സന സുവറഹു വശക്ക സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആറാമത്തെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി കുല്ലഹു ദിക്ക വജില്ല വഅവ്വലഹു വആഖിറുഹു വഅലാനിയതഹു വസിറഹു. ഏഴാമത്തെ പ്രാർത്ഥന സജദലക സവാദി വഹയാലി വആമന ബിക ഫുആദി അബൂഉ ബിനിഅമതിക അലയ്യ ഹദിയൻ വമാ ജനബ്ത അലാ നഫ്സി. എട്ടാമത്തെ പ്രാർത്ഥന സുബ്ഹാനല്ലദീ ജബറൂതി വൽ മലകൂതി വൽ കിബരിയാഇൽ അളമതി. ഒമ്പതാമത്തെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. പത്താമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു. അല്ലാഹുമ്മ ഗഫിർ ലീ മാ അസ്റർതു വമാ അഅലൻതു. അതുപോലെ തന്നെ 11ാമത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇജ്അൽനി ഖൽബി നൂറ വജ്അൽ ലിസാനി നൂറ വജ്അൽ സംഈ നൂറ വജ്അൽ ഫീ ബസരി നൂറ വജ്അൽ മിൻ തഹ്തി നൂറ വജ്അൽ മിൻ ഫൗകി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി യസാരി നൂറ വജ്അൽ അമാമി നൂറ വജ്അൽ ഖൽഫി നൂറ വജ്അൽ ഫീ നഫ്സി നൂറ വഅഅലമ ലീ നൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11ാമത്തെ പ്രാർത്ഥനയാണ്. 12ാമത്തെ പ്രാർത്ഥന പ്രവാചകൻ ആ സുജൂദിൽ നിർവഹിച്ചിട്ടുള്ളത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക റിളാക മിൻ സഖതിക വഅഊദു ബിമുആഫാതിക മിൻ അവവൈത വഅഊദു ബിക മിൻ ലാ അഹ്സീ സനാഅ അലൈക കൻ അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇങ്ങനെ 12 പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സുജൂദിൽ നിർവഹിച്ചു എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടത് ഇതിൽ എത്ര പ്രാർത്ഥനകൾ നമുക്കറിയാം, എന്തെല്ലാം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുജൂദിൽ റബ്ബിനോട് ചോദിച്ചത്. നമ്മൾ എന്നും ഒന്നേ ചോദിക്കുന്നുള്ളൂ, അല്ലേ? എന്നും നമ്മൾ റബ്ബിനോട് ഒന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അത് മാത്രമാണോ നമുക്ക് ചോദിക്കാനുള്ളത്? എന്തെല്ലാം നമുക്ക് ചോദിക്കാനുണ്ട്. ആ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ ബോധപൂർവം പഠിച്ച് നമ്മുടെ സുജൂദുകളിൽ എന്തായിരിക്കണം, വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സുജൂദ് ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യാത്തതിൻ്റെ കാരണത്താൽ അപമാനിതരാകുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ രോഗത്തിന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിഫാഉൻ ആജിലിന് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ,
നമുക്കേറ്റവും പ്രിയപ്പെട്ട ആളുകൾ അള്ളാഹു അവിടെ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ട് നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജോലികളിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് വിനയാനിതനായിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما اللهم إنا نسألك الجنة وأعوذ بك من النار ربنا هب لنا من